മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആയുധമാണല്ലോ അവന്റെ പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളും പ്രധാനപ്പെട്ട സമയങ്ങളും പലപ്പോഴും നാം കേട്ടിട്ടുണ്ടാകും. വിശുദ്ധമായ മക്കയിലെ കഅബയുടെ ചാരത്തും അതുപോലെ ഹറമിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തും റൗദത്തും മിൻ റിയാദിൽ ജന്ന എന്ന മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ ഭൂമിയിലെ സ്വർഗത്തിലും എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ ദുആയ്ക്ക് വളരെ ഉത്തരം ഉള്ള സ്ഥലങ്ങളാണ്. അതുപോലെ റമദാൻ മാസത്തിലെ എല്ലാ ദിവസങ്ങളും ദുആഇന് വളരെയധികം ഉത്തരമുള്ള ദിവസമാണ്. വെള്ളിയാഴ്ച രാവ്, അതിൻ്റെ പകൽ തുടങ്ങി ചില സമയങ്ങളും ചില സ്ഥലങ്ങളുമെല്ലാം ദുആഇന് കൂടുതൽ ഉത്തരമുണ്ടെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കപ്പെട്ട സമയമാണ്. ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് കാരുണ്യക്കടലായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുമ്പോൾ നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ആവലാദികളും നമ്മുടെ വേവലാദികളും പ്രയാസങ്ങളുമെല്ലാം റബ്ബിന്റെ മുമ്പിൽ പറയാൻ എന്തിനാണ് നാം മടിക്കുന്നത്? പ്രധാനപ്പെട്ട സമയങ്ങളെപ്പോലെ ചില വിഭാഗം ആളുകൾ അവരുടെ ദുആഇന് ഉത്തരമുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ദുആഇന് ഉത്തരം ലഭിക്കപ്പെടുന്ന 10 വിഭാഗം ആളുകളെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആശറത്തുൻ തുസ്തജാബു ലഹും അദ്ദഅവ അൽആലിമു വൽ മുതഅല്ലിമു വസാഹിബു ഹുസ്നുൽ ഖുൽഖി വൽ മരീദ് വൽ യതീം വൽ ഗാസി വൽ ഹാജ് വൽ നാസിഹു ലിൽ മുസ്ലിമീൻ വൽ വലദുൽ മുതീഉ ലി അബവൈഹി വൽ മർഅത്തുൽ മുതീഅതു ലി സൗജിഹാ. ഈ 10 വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ ദുആഇന് എളുപ്പത്തിൽ ഉത്തരം ലഭിക്കുന്നവരായി പരിഗണിക്കപ്പെടുന്നതാണ്. ഒന്നാമത്തത് ആലിം, അല്ലാഹുവിൻ്റെ ദീൻ അവൻ്റെ വജ്ഹിന് വേണ്ടി പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അതിലായി ജനങ്ങളെ ക്ഷണിക്കുകയും ആ വഴിയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു ആലിം. ആ ആലിമിൻ്റെ ദുആഇന് ഉത്തരമുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമത്തത് വൽ മുതഅല്ലിം, ഇൽമു പഠിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തത്തിന് വേണ്ടി ഇൽമിന് വരുന്ന ഒരു മുതഅല്ലിം. ആ മുതഅല്ലിമിൻ്റെ ദുആഇന് ഇജാബത്തുണ്ടെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. മൂന്നാമത്തത് വസാഹിബു ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാവുക, ആരോടും വെറുപ്പില്ലാത്ത ഉദ്വേഷമില്ലാത്ത നല്ല മനസ്സുള്ള നല്ല സൽസ്വഭാവിയാവുക. മീസാനിൽ ഏറ്റവും കൂടുതൽ ഭാരം തോന്നുന്ന ഒരു പ്രവർത്തനമാണല്ലോ ഹുസ്നുൽ ഖുൽഖ് എന്നുള്ളത്, സൽസ്വഭാവം എന്നുള്ളത്. ആ സൽസ്വഭാവത്തിൻ്റെ ഉടമകളുടെ ദുആ എളുപ്പത്തിൽ സ്വീകരിക്കുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. നാലാമത്തത് വൽ മരീദ്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാകാം. അവർക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്ക് ആശ്വാസമേകുന്നതാണ്. രോഗി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു എളുപ്പത്തിൽ സ്വീകരിക്കുന്നതാണ്. വൽ യതീം, മറ്റൊന്ന് യതീമായ കുട്ടികൾ, ആ കുട്ടികൾ ദുആ ചെയ്താൽ അള്ളാഹു എളുപ്പത്തിൽ സ്വീകരിക്കും. വൽ ഗാസി വൽ ഹാജ്, ധർമ്മപോരാളിയും ഹജ്ജിന് വേണ്ടി പോകുന്നവരും അവരുടെയൊക്കെ ദുആഇന് അള്ളാഹുവിൻ്റെ അടുക്കൽ വേഗത്തിൽ ഉത്തരം ലഭിക്കുന്നതാണ്. വൻ നാസിഹു ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, പൊതുപ്രവർത്തനങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ദുആഇന് എളുപ്പത്തിൽ ഉത്തരമുണ്ട്. മൻ നഫസ കുർബത അഖീഹി നഫസ അല്ലാഹു കുർബൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ തൻ്റെ സഹോദരൻ്റെ ഒരു വിഷമം അകറ്റി കൊടുത്താൽ അല്ലാഹു ഖിയാമത്ത് നാളിൽ ആ വ്യക്തിയുടെ പ്രയാസം മാറ്റിക്കൊടുക്കുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് വൽ വലദുൽ മുതീഉ ലി അബവൈഹി, മാതാപിതാക്കൾ പറയുന്നതനുസരിക്കുന്ന നല്ല ഒരു കുട്ടി. ആ കുട്ടിയുടെ ദുആഇനും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തരമുണ്ടെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നു. വൽ മർഅത്തുൽ മുതീഅതു ലി സൗജിഹാ, ഭർത്താവിന് കൃത്യമായി അനുസരിക്കുന്ന വഴിപ്പെടുന്ന നല്ല സ്വാലിഹത്തായ ഭാര്യ, ആ ഭാര്യയുടെ ദുആഇന് ഉത്തരമുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇതിൽ ചില കാര്യങ്ങൾ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മിലേക്ക് വന്നു ചേരുന്നതാകാം, മറ്റു പലതും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ഇൽമിൻ്റെ വഴിയിൽ പഠിക്കാൻ വേണ്ടിയും അത് കരഗതമാക്കാൻ വേണ്ടിയും അള്ളാഹുവിൻ്റെ ദീനിനെ ഈ ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയും നാം ശ്രമിക്കുമ്പോൾ
അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ ദുആകൾക്ക് ഉത്തരമുണ്ടാകും. അതുപോലെ നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി മാറാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. ഈ റമദാനൊക്കെ അതിന് ഉപയോഗപ്പെടുത്തി നമ്മുടെ സ്വഭാവങ്ങളിലെ വൈകല്യങ്ങൾ നീക്കി നല്ല സ്വഭാവങ്ങൾ സ്വീകരിക്കാൻ, മോശമായ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നല്ല ശീലങ്ങൾ സ്വീകരിച്ച് നല്ല സ്വഭാവത്തിന്റെ ഉടമയായി ആഖിറം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെടാൻ നാം ശ്രമിക്കണം. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ അവർ എന്ത് നല്ല കാര്യങ്ങൾ നമ്മോട് കൽപ്പിച്ചാലും ആ കാര്യങ്ങളൊക്കെ നാം കൃത്യമായി നിർവഹിക്കുക. അതുപോലെ നമ്മുടെ ഭർത്താവ് അവർ നമ്മളോട് കൽപ്പിക്കുന്ന എല്ലാ ഹൈറായ കാര്യങ്ങളും, ഇസ്ലാമിനോട് യോജിക്കുന്ന എല്ലാ കാര്യങ്ങളും, ആ കാര്യങ്ങളൊക്കെ നാം അനുസരിക്കുകയും അവർക്ക് കീഴ്പ്പെടുകയും ചെയ്യുക. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നാം അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന വിഭാഗങ്ങളിൽ നാം ഉൾപ്പെടുകയും ചെയ്യണം. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ സാലിഹായ അമലുകളായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഈമാനോടുകൂടി മരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. റമദാൻ കൊണ്ട് വിജയിക്കുന്ന, റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ.